ആകാശയാത്രകളെ ചുറ്റിപ്പറ്റിയുള്ള ദുരന്ത വാർത്തകൾ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ഏറ്റവും അടുത്ത ജൂൺ 12-ന് 260 പേരുടെ ജീവൻ കവർന്ന മാരകമായ എയർ ഇന്ത്യ അപകടത്തിന് പിന്നാലെ ഇന്ത്യൻ ആകാശയാത്രകളെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചു. ഇന്ത്യൻ വിമാനങ്ങൾ മാസത്തിൽ ഒരു എഞ്ചിൻ തകരാറെങ്കിലും നേരിടുന്നു എന്ന റിപ്പോർട്ട് കൂടി വന്നപ്പോൾ കാര്യങ്ങൾ വേറൊരു തലത്തിലേക്കെത്തി. 2020 മുതൽ ഇതുവരെ 65 വിമാനങ്ങളിൽ പറന്നുയർന്നതിന് ശേഷം എഞ്ചിൻ പ്രവർത്തനരഹിതമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇതിനു പുറമെ കഴിഞ്ഞ 17 മാസത്തിനിടെ പൈലറ്റുമാർ 11 മെയ്ഡേ അപായ സന്ദേശങ്ങൾ അയച്ച് അടിയന്തര ലാൻഡിംഗ് അനുമതി തേടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ഈ പട്ടികയിലെ ഏറ്റവും പുതിയ സംഭവം ജൂലൈ 16-ന് ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്ക് പോയ ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാർ ആകാശത്ത് വെച്ച് ഭയന്നു വിറച്ചു. വിമാനത്തിന്റെ എഞ്ചിനിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പാൻ കോൾ നൽകിയിരുന്നു. 191 യാത്രക്കാരുമായി പറന്ന എയർബസ് A320 നിയോ പിന്നീട് സുരക്ഷിതമായി മുംബൈയിലേക്ക് തിരിച്ചുവിട്ടു. എന്താണ് ഈ അടിയന്തര കോൾ? മെയ്ഡേയിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്ക് പോയ ഇൻഡിഗോ എയർബസ് A320 നിയോ വിമാനത്തിന്റെ എഞ്ചിനുകളിൽ ഒന്നിൽ തകരാർ കണ്ടതിനെ തുടർന്നാണ് ജൂലൈ 16 ബുധനാഴ്ച രാത്രി മുംബൈയിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത്. ജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന ഭയാനകമായ മെയ്ഡേ കോളിന് പകരം പൈലറ്റ് പാൻ കോളാണ് ഉപയോഗിച്ചത്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗോവയിലേക്ക് പറക്കുന്നതിനിടെയാണ് വിമാനം രാത്രി 9:27-ന് ഭുവനേശ്വറിൽ നിന്ന് ഏകദേശം 100 നോട്ടിക്കൽ മൈൽ വടക്ക് മാറിയപ്പോഴാണ് അപകടം മനസ്സിലാക്കി പൈലറ്റ് പാൻ പ്രഖ്യാപിച്ചത്. തുടർന്ന് വിമാനം സുരക്ഷിതമായി മുംബൈയിലേക്ക് തിരിച്ചുവിട്ടു. രാത്രി 10 മണിക്ക് മുമ്പ് ഒരു അപകടവും കൂടാതെ ലാൻഡ് ചെയ്തു. ഡൽഹിയിൽ നിന്ന് ഗോവയിലെ മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറക്കുന്നതിനിടെ 60-6271 വിമാനത്തിൽ ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തി. സാധാരണ നടപടിക്രമങ്ങൾ പാലിച്ച് വിമാനം വഴിതിരിച്ചുവിട്ട് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കിയെന്ന് ഇൻഡിഗോയുടെ സ്ഥിരീകരണവും പിന്നാലെ വന്നു. തകരാറിന്റെ കൃത്യമായ സ്വഭാവം എയർലൈൻ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ബാധിച്ച വിമാനം വീണ്ടും പറക്കുന്നതിന് മുമ്പ് സമഗ്രമായ പരിശോധനകൾക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാക്കുമെന്നും ഇൻഡിഗോ അധികൃതർ വ്യക്തമാക്കി. അതേസമയം യാത്രക്കാരെ ഗോവയിലേക്ക് കൊണ്ടുപോകാൻ ഒരു പകരം വിമാനവും ക്രമീകരിച്ചു. ഇനി ഈ പാൻ കോൾ എന്താണ്? മെയ്ഡേ കോൾ പോലെ പാൻ കോൾ അത്ര പരിചിതമായിരിക്കില്ല. എന്നാൽ ഏവിയേഷൻ എമർജൻസി ലാംഗ്വേജിൽ ഒരു നിർണായക ഭാഗമാണിത്. ഏവിയേഷൻ ടെർമിനോളജിയിൽ വിമാന ജീവനക്കാർ ഒരു അടിയന്തര പ്രശ്നം നേരിടുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഔപചാരിക വെരി ഹൈ ഫ്രീക്വൻസി VHF റേഡിയോ ഡിസ്ട്രസ് സിഗ്നലാണ് പാൻ കോൾ. എന്നാൽ ഈ ഒരു കോൾ വിമാനത്തിന്റെയോ അതിലെ യാത്രക്കാരുടെയോ സുരക്ഷയ്ക്ക് ഉടനടിയുള്ള ഭീഷണിയല്ല സൂചിപ്പിക്കുന്നത്. വിമാനത്തിനോ ജീവനോ ഉടനടി ഭീഷണിയല്ലാത്തതും എന്നാൽ പെട്ടെന്നുള്ള ശ്രദ്ധ ആവശ്യമുള്ളതുമായ ഒരു അടിയന്തരാവസ്ഥയെ സൂചിപ്പിക്കാൻ പൈലറ്റുമാരും അതുപോലെ നാവികരും ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അന്താരാഷ്ട്ര റേഡിയോ എമർജൻസി സിഗ്നലാണ് പാൻ അലേർട്ട്. പാൻ കോൾ സിഗ്നൽ നൽകുമ്പോൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളിൽ ഭാഗിക എഞ്ചിൻ തകരാർ, വിമാനത്തിലെ മെഡിക്കൽ അത്യാഹിതങ്ങൾ, കുറഞ്ഞ ഇന്ധനം, ഗുരുതരമല്ലാത്ത മെക്കാനിക്കൽ തകരാർ എന്നിവ ഉൾപ്പെടുന്നു. പാനെ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ഈ ഒരു പദം ഉത്ഭവിച്ചത്. അതായത് തകരാർ അല്ലെങ്കിൽ ടെക്നിക്കൽ പരാജയം എന്നാണ് ഇതിനർത്ഥം. പൈലറ്റുമാർ റേഡിയോയിലൂടെ 3 തവണ പാൻ പ്രഖ്യാപിക്കുമ്പോൾ വിമാനത്തിന് സാങ്കേതിക തകരാറോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രശ്നമോ നേരിടുന്നുവെന്നും സുരക്ഷിതമായ വഴിതിരിച്ചുവിടൽ, അടിയന്തര ലാൻഡിംഗ് ക്ലിയറൻസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ടുമായുള്ള ഏകോപനം പോലുള്ള മുൻഗണനാ സഹായം ആവശ്യമാണെന്നും എയർ ട്രാഫിക് കൺട്രോളിനെയും സമീപത്തുള്ള വിമാനത്തെയും ഇത് അറിയിക്കുന്നു. സാധാരണ ആശയവിനിമയത്തിൽ നിന്ന് വ്യത്യസ്തമായി പാൻ ഒരു ഘടനാപരമായ അടിയന്തര പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് വിമാനത്തെ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു. എയർ ട്രാഫിക് കൺട്രോളർമാർ ഒരുപാട് ഉയർന്ന തലത്തിലല്ലെങ്കിലും അതിനെ ഉയർന്ന മുൻഗണനയായി കണക്കാക്കുന്നു. അടുത്തിടെ നടന്ന ഈ ഇൻഡിഗോ കേസിൽ പാൻ കോൾ നൽകിയത് സ്ഥിതി ഗുരുതരമായിരുന്നു. പക്ഷേ ക്രൂ അത് നിയന്ത്രണത്തിലാക്കി സുരക്ഷിതമായി മുംബൈയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഇനി പാൻ കോളും മെയ്ഡേ കോളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കൂടി പരിശോധിക്കാം. പാനും മെയ്ഡേയും രണ്ടും പൈലറ്റുമാർ അടിയന്തര സാഹചര്യങ്ങൾ അറിയിക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട റേഡിയോ കോളുകളാണ്. എന്നാൽ പ്രധാന വ്യത്യാസം സാഹചര്യത്തിന്റെ തീവ്രതയിലാണ്. അടിയന്തര സാഹചര്യങ്ങൾ, സാങ്കേതിക തകരാറുകൾ, വിമാനത്തിലെ ചെറിയ മെഡിക്കൽ പ്രശ്നങ്ങൾ, ഗുരുതരമല്ലാത്ത തകരാറുകൾ എന്നിവ കണ്ടെത്തുമ്പോൾ പാൻ ഉപയോഗിക്കുന്നു. ഈ സാഹചര്യങ്ങൾക്ക് ശ്രദ്ധയും മുൻഗണനയും ആവശ്യമാണ്. പക്ഷെ അവ വിമാനത്തിനോ ജീവനക്കാർക്കോ യാത്രക്കാർക്കോ ഉടനടി അപകടം ഉണ്ടാക്കുന്നില്ല. മെയ്ഡേ കോളിനേക്കാൾ ഒരു ലെവൽ താഴെയാണ് പാൻ കോൾ. മറുവശത്താവട്ടെ മെയ്ഡേ 3 തവണ ആവർത്തിക്കപ്പെടുന്നു. അതീവ ഗുരുതരവും ആസന്നവുമായ അപകടത്തിനായി കരുതി വെച്ചിരിക്കുന്ന ഒരു ഡിസ്ട്രസ് സിഗ്നലാണിത്. മെയ്ഡേ സാഹചര്യങ്ങളുടെ ചില ഉദാഹരണങ്ങളിൽ പറക്കലിന്റെ ചില ഘടകങ്ങളിലെ എഞ്ചിൻ തകരാർ, തീപിടുത്തങ്ങൾ, ഫ്ലൈറ്റ് നിയന്ത്രണങ്ങളോ വിമാനത്തിന്റെ നിയന്ത്രണമോ നഷ്ടപ്പെടൽ, അല്ലെങ്കിൽ പൈലറ്റിന് വിമാനം പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം എന്നിവ ഉൾപ്പെടുന്നു. മെയ്ഡേ പ്രഖ്യാപനം എയർ ട്രാഫിക് കൺട്രോളർ, എയർപോർട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകൾ, സമീപത്തുള്ള മറ്റ് വിമാനങ്ങൾ എന്നിവയിൽ നിന്ന് പൂർണ്ണമായ അടിയന്തര പ്രതികരണത്തിന് കാരണമാകുന്നു.
മേഡേ സാഹചര്യത്തിന്റെ സമീപകാല ഉദാഹരണമാണ് 262 പേരുമായി ജൂണിൽ അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തകർന്നു വീണ എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI-171. പൈലറ്റുമാർ ത്രസ്റ്റില്ല, ശക്തി നഷ്ടപ്പെടുന്നു, ഉയർത്താൻ കഴിയുന്നില്ല തുടങ്ങിയ സന്ദേശങ്ങൾ അയക്കുകയും മേഡേ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് ആശയവിനിമയം നിലച്ചു. വിമാനം വിമാനത്താവളത്തിന് സമീപം ദാരുണമായി തകർന്നു വീണു. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. തുടർച്ചയായ സാങ്കേതിക തകരാറുകൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു.